എനിക്കൊക്കെ ഒരു യാത്ര പോകണമെങ്കിലുണ്ടല്ലോ മിനിമം ഒരു 2 ദിവസം മുമ്പേലും എനിക്കറിയണം. എന്നാലേ പോകാനുള്ളൊരു സെറ്റപ്പ് എനിക്കുണ്ടാകത്തുള്ളൂ. പക്ഷേ ഞാൻ കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിൽ ചെന്നപ്പോഴുണ്ടല്ലോ, അവിടെ എങ്ങനെയാണെന്നറിയോ? ദേ പോണു, ദാ പോണു, അങ്ങനെയാണ് അവിടെ. പിന്നെ ഇതെനിക്കിപ്പോൾ ഒരു ശീലമായി, കാരണം 3 വർഷം കഴിഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ എറണാകുളം പോയ കഥ തന്നെയാണ് പറയുന്നത്. ഒരു ഉച്ചയൊക്കെ ആയപ്പം ചുട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, ചുട്ടി നമുക്ക് 1 മണിയാകുമ്പോൾ എറണാകുളം പോകാം, ഫോർട്ട് കൊച്ചി വല്ലാർപാടമൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ സമയം 12 മണി കഴിഞ്ഞേ. പിന്നെ 1 മണിയായപ്പോൾ ഓടിച്ചാടി റെഡിയായി ഞങ്ങളെല്ലാവരും നേരെ എറണാകുളത്തിന് വിട്ടു. അവിടെ ചെന്ന് ആദ്യം വല്ലാർപാടം പള്ളിയും അത് കഴിഞ്ഞ് ജങ്കാറ് കയറി ഫോർട്ട് കൊച്ചിയിലൊക്കെ പോയി അവിടെ മൊത്തത്തിലൊന്ന് കറങ്ങി വരുന്നു. പിന്നെ ഈ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമല്ല ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യാൻ. അതാണ് ഞങ്ങളുടെ മെയിൻ കാര്യം. ലൂക്കായുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ജങ്കാർ യാത്ര. ഇതിനു മുമ്പ് അവൻ വെള്ളത്തിന് മുകളിലൂടെയുള്ള യാത്രകളൊന്നും നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു 5-8 മിനിറ്റ് നേരത്തെ ജങ്കാർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലെത്തി. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ മുഴുവൻ കടകൾ കാണാം. ആ കടകളൊക്കെ കണ്ട് നമുക്ക് കടലിലേക്ക് നടന്നു പോവാം. ലൂക്കാക്കുട്ടൻ പാവൻ ഞണ്ടിനെ നോക്കി നിൽക്കുവാണ്. അവൻ ഇതുവരെ ഞണ്ടിനെ കണ്ടിട്ടേ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവൻ കുറച്ച് നേരം അതിങ്ങനെ വളരെ കൗതുകകരമായി നോക്കി നിന്നു. മണി വന്നെ പേടിയാണോ? എന്നാ കേറാം. ഞങ്ങളങ്ങനെ കുറച്ച് നേരം കടലൊക്കെ കണ്ട് അവിടെ ഫുട്പാത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള കടകളിലൊക്കെ ഒന്ന് കയറി തിരിച്ച് ജങ്കാറും പിടിച്ച് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് വന്നു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ടും പോന്നു. അങ്ങനെ ഞങ്ങളുടെ ഫോർട്ട് കൊച്ചി യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുന്നു.